സമ്മർദ്ദ നീക്കവുമായി കെ സുധാകരൻ രംഗത്ത് വരികയാണ്. ഇന്നലെയാണ് KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരന് തിരികെ കിട്ടുമോ എന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ പ്രകടമായി വന്നത്. KPCCയുടെ അവലോകന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. AICCയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അത്തരമൊരു വൈകൽ ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ കടുത്ത നീക്കം, സമ്മർദ്ദ നീക്കമാണ് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. 3 ദിവസത്തിനകം KPCCയുടെ അധ്യക്ഷ സ്ഥാനം തിരികെ നൽകണമെന്നതാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പദവി തിരികെ നൽകുന്നതിൽ അനിശ്ചിതത്വം ഉണ്ടായാൽ കടുത്ത നീക്കമുണ്ടാകുമെന്നും സുധാകരന്റെ മുന്നറിയിപ്പുണ്ട്. ഇതിനിടെ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കെ സുധാകരനും VD സതീശനും രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന് തലവേദനയായി സതീശൻ ചേരിപ്പോര് മാറുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. അസഭ്യ പരാമർശത്തിൽ ഹൈക്കമാൻഡിനോട് നടപടി ആവശ്യപ്പെട്ടത് സതീശനാണ്. പ്രതിപക്ഷ നേതാവിന്റെ സമ്മർദ്ദം കടുത്തതോടെ അനുനയ നീക്കം നടത്തിയത് KC വേണുഗോപാൽ എന്ന സാഹചര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ MM ഹസൻ തുടരട്ടെ എന്ന് ദീപാദാസ് മുൻഷിയും നേതൃയോഗത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം സുധാകരന്റെ അനുകൂലികൾ പറയുന്നത് ഇത്തരമൊരു സാഹചര്യം സംസ്ഥാനത്തില്ല, സുധാകരനിലേക്ക് വരും, സുധാകരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്നലെ കെ സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെ തന്നെ തന്റെ നിലപാടുകൾ അറിയിച്ചു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. കാരണം കെ സുധാകരൻ ഇന്നലെ വൈകിട്ട് അദ്ദേഹം KPCCയുടെ ഔദ്യോഗിക പേജിലൂടെ വിശദീകരിച്ചതാണ്. താൻ കാത്തിരിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല, നേതൃത്വവുമായി തർക്കവുമില്ല, നേതൃത്വം പറയുമ്പോൾ താൻ ചുമതല ഏറ്റെടുക്കും, അതിനപ്പുറത്തേക്ക് മറ്റൊരു ആശയക്കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പുറമേക്ക് ഇങ്ങനെയാണെങ്കിലും അകത്ത് സുധാകരൻ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണോ ഇതിന്റെ രാഷ്ട്രീയം? സജിത്ത്, ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള ചേരിപ്പോര് അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഈ കേരള പര്യടന യാത്ര നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ചേർന്ന്. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന് നേരെ ഒരു അസഭ്യ പരാമർശം കെ സുധാകരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ അത് വിവാദമാകുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് സുധാകരനെതിരെ നടപടി വേണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. പക്ഷേ ആ സമയത്ത് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നാൽ അത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വലിയ സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ 2 സ്ഥാനത്ത് തനിക്കെതിരെ അസഭ്യ പരാമർശം നടത്തിയ ഒരാളുമായി നേതൃതലത്തിൽ ഒരുമിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാമർശം വരെ ഹൈക്കമാൻഡ് നേതൃത്വത്തോട് പ്രതിപക്ഷ നേതാവ് നടത്തിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരനെ മത്സരിപ്പിക്കുകയും താൽക്കാലികമായെങ്കിലും KPCC അധ്യക്ഷന്റെ ചുമതല MM ഹസന് നൽകുകയും ചെയ്യുന്ന ഒരു ഫോർമുല സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ തയ്യാറാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ചുമതല കൈമാറാൻ കെ സുധാകരന് ചുമതല കൈമാറാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് സമ്മർദ്ദ നീക്കവുമായി കെ സുധാകരൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നേതൃയോഗത്തിൽ വെച്ച് MM ഹസനിൽ നിന്ന് കെ സുധാകരന് ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ളവരും KPCC ആസ്ഥാനത്തെത്തിയത്. പക്ഷേ അന്ന് അതുണ്ടായില്ല. യോഗത്തിന്റെ അജണ്ടയിൽ ആ ഒരു കാര്യം ഇല്ല എന്നായിരുന്നു നേതൃത്വം നൽകിയ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അന്ന് നേതൃത്വത്തെ അറിയിച്ചത്. അതിനുശേഷമാണ് തൽക്കാലം തൽസ്ഥിതി തുടരട്ടെ, തെരഞ്ഞെടുപ്പ് ഫലം വരെ വരുന്നതുവരെ തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടിലേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനിടയിലാണ് സമ്മർദ്ദ നീക്കം കടുപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. 3 ദിവസത്തിനകം തനിക്ക് പദവി തിരികെ നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന നീക്കമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രഹസ്യ ചർച്ചകൾക്കടക്കം അദ്ദേഹം തുടക്കമിട്ടിട്ടുമുണ്ട്. എന്തായാലും ആ പദവി 3 ദിവസത്തിനകം നൽകാത്ത ഒരു സാഹചര്യമുണ്ടായാൽ കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത്. ഇക്കാര്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ 2 ചേരികളായി തലവേദനയാകുന്ന തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. സൈറ്റ് ഡാൻ, ഇന്നലെ കെ സുധാകരൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഈ ആക്ഷേപങ്ങളെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ്. നമുക്ക് മനസ്സിലാവുന്നത് അങ്കമാലിയിൽ അല്പസമയത്തിനകം കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. സുധാകരന്റെ ഈ നീക്കത്തോട് കോൺഗ്രസിനകത്തെ പ്രതികരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് സതീശനടക്കമുള്ള മറുചേരിക്ക് കൃത്യമായി
സുധാകരന് അത്ര വേഗം തിരികെ വരേണ്ടാവുന്നൊരു നിലപാടുണ്ട് എന്നതാണ്. അങ്ങനെ തന്നെയാണോ സാഹചര്യങ്ങൾ? അതിലൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സുധാകരന് അനിശ്ചിതത്വം നേരിടുന്നു, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ വരാനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മുതൽ പ്രധാനമായി എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃപദവിയിലടക്കം ഈ ഓരോ വ്യക്തികളെയും ചുമതലയിലേക്ക് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള സാമുദായിക പരിഗണനകളടക്കം സുധാകരന് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിൽ ഒരു വിഭാഗം സുധാകരനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യം വന്നതോടെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തത്. അതായത് സുധാകരൻ പല അവസരങ്ങളിൽ നടത്തിയ പരാമർശം അത് വലിയ തരത്തിൽ പാർട്ടിയെ കുഴപ്പിക്കുന്ന തരത്തിലായി. BJPയോട് അനുഭാവം ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശമൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോളിളക്കം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. അത് എതിർകക്ഷികൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കി ഉപയോഗിക്കുന്ന പശ്ചാത്തലമുണ്ടായി എന്ന വിലയിരുത്തലാണ് ഈ നേതൃത്വം പങ്കുവെക്കുന്നത്. പക്ഷേ ഈ നേതാക്കൾക്കൊക്കെയുള്ള വിയോജിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം സുധാകരൻ ഒരു ഏകാധിപത്യ ശൈലിയിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നത്. നേതൃത്വത്തോട് വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തോട് എതിർക്കുന്നവർ പറയുന്നത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങി അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയാതെ പോയത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ക്രൗഡ് പുള്ളറായിട്ടുള്ള നേതാവാണ് K സുധാകരൻ. മലബാറിൽ CPM-മായി നേരിട്ട് ഏറ്റുമുട്ടി നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. അത്യന്തം വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റിൽ വിജയിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ അത്ര പെട്ടെന്ന് വെട്ടിയൊതുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ നടപ്പാകുന്ന സാഹചര്യവുമല്ല. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് K സുധാകരനെതിരെ എടുത്തുചാരി ഒരു നടപടി വേണ്ട, താൽക്കാലികമായി, അതായത് ഒരു ടാക്ടിക്കൽ ഒരു മൂവിലൂടെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും K സുധാകരന്റെ ഭാഗത്ത് നിന്ന് അനുനയ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും അദ്ദേഹം തയ്യാറല്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ KPCC അധ്യക്ഷ പദവിയിലേക്ക് തന്നെ തിരികെ എത്തിച്ചില്ല എങ്കിൽ കടുത്ത നീക്കം ഉണ്ടാകുമെന്ന തീരുമാനം അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. അന്ത്യശാസനം എന്നവണ്ണമാണ് അദ്ദേഹം ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ 2 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായി പാർട്ടിയിൽ വീണ്ടും ഒരു ധ്രുവീകരണം നടക്കുന്നത്, 2 ചേരികളായി മാറുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയാകുന്ന സാഹചര്യം വരും. ആ പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിലൂടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള നീക്കം തന്നെയാണ് KC വേണുഗോപാൽ ഇടപെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അല്ല എങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരനെ മടക്കിക്കൊണ്ടുവരേണ്ടത് അനിവാര്യതയായി മാറുകയും ചെയ്യും. ഡാൻ, ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസം നടന്ന KPCCയുടെ റിവ്യൂ മീറ്റിംഗിന്റെ കണ്ടെത്തലുകൾ ശ്രദ്ധേയമാണ്. അതായത് സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സംഘടനാ മികവ് കൊണ്ടല്ല, മറിച്ച് അത് സർക്കാർ വിരുദ്ധ വികാരം കൊണ്ടാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരം കൊണ്ടാണ്, മറിച്ച് ഒരു സംഘടനാ മികവ് അവകാശപ്പെടാൻ കഴിയില്ല എന്ന വിമർശനം KPCC യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതായത് സംഘടനാ തലത്തിൽ പരാജയമുണ്ടായി എന്ന ആക്ഷേപം എത്തുന്നത് KPCC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരനിലേക്കാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇനി നേരിടാൻ ഒരുങ്ങുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 സാഹചര്യങ്ങളും സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം മികച്ചതാവേണ്ടതുണ്ട്. അതിന് നേതൃതലത്തിൽ ഒരു മാറ്റം വേണം. ആ ഒരു വികാരം, അതിലേക്കാണോ ഈ ചർച്ചകളുടെ അവസാനം ചെന്നെത്തുക? കഴിഞ്ഞ തവണ ലഭിച്ച 19 സീറ്റിൽ നിന്ന് ഒന്നെങ്കിലും കുറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായി അത് സംഘടനാ രംഗത്ത് കോൺഗ്രസിനുണ്ടായ പിഴവായി നേതൃത്വത്തിലുള്ളവരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന സാഹചര്യമുണ്ടാകും. ഇത്രയധികം ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംഘടനാ സംവിധാനത്തിലെ പിഴവ് കൊണ്ടാണ് എന്ന ആക്ഷേപത്തിന്റെ ആക്കം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ്, അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ നേതൃയോഗത്തിലടക്കം ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും N ശ്രീകുമാർ നമുക്കൊപ്പമുണ്ട്. ഞാൻ ഡാനിലേക്ക് വരാം. ശ്രീ N ശ്രീകുമാർ, സുധാകരൻ ഇന്നലെ വൈകിട്ട് വിശദീകരിച്ചതാണ് ഔദ്യോഗികമായി. തനിക്ക് തർക്കമൊന്നുമില്ല, പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ടാണ് തന്റെ നീക്കങ്ങൾ, പാർട്ടി തിരിച്ചു പറയുമ്പോൾ മാത്രം ചുമതല ഏറ്റെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ സുധാകരന്റെ ക്യാമ്പിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം, KPCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമ്മർദ്ദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യം. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? അതായത് KPCC പ്രസിഡന്റ് ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി താൻ സമ്മർദ്ദം ചെലുത്തില്ല.
ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഹൈക്കമാൻഡ് തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. അർഹതപ്പെട്ട സമയത്ത്, ഉചിതമായ സമയത്ത് അർഹതപ്പെട്ട സ്ഥാനം എനിക്ക് ഹൈക്കമാൻഡ് തിരിച്ചു നൽകും എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ അതിന് തർക്കമില്ല. പിന്നെ ഒക്കെ ഊഹാപോഹങ്ങളാണ്. ഒരു കാര്യമുള്ളത്, എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറി നിന്ന് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച് തിരിച്ചു വന്ന സുധാകരന് ആ സ്ഥാനം തിരിച്ചു കൊടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേതൃത്വം ഉത്തരം പറയണം. എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലും അതുപോലെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഒക്കെ ചേർന്ന് ഇരുന്ന് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഈ നേതാക്കൾക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ കാര്യമായിട്ട് അവര് കണക്കാക്കി കാണില്ല. കാരണം KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തലസ്ഥാനത്തെത്തി ഇന്ദിരാഭവനിലെത്തി ചുമതലയേൽക്കും എന്നൊരു ധാരണ അവരിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ആരുടെയെങ്കിലും മനസ്സിൽ സുധാകരൻ കുറച്ചു ദിവസം കൂടെ മാറി നിൽക്കട്ടെ എന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ഉത്തരവില്ല. അതൊക്കെ KPCC ആണ് പറയേണ്ടത്. എന്തായാലും ഇതൊരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നൊരു തോന്നൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. കാരണം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത് ഇതൊരു വെറുതെ ഒരു ചർച്ച ഉണ്ടാക്കി. എന്തിനാണ് ആ ചർച്ച ഉണ്ടാക്കിയത്? KPCC പ്രസിഡന്റ് മത്സരിക്കാൻ വേണ്ടി പോയതല്ലേ. മത്സരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കുക. അതൊരു ചർച്ചയാക്കി, അനാവശ്യ ചർച്ചയാക്കി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ശ്രീ സുധാകരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന സുധാകരൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. കാരണം അത് കൊടുത്തേ പറ്റൂ, അതിലല്ലാതെ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തരം അല്ലെങ്കിൽ നേതാക്കൾ പറയേണ്ടി വരും. അതൊക്കെ അനാവശ്യമായ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനുള്ളിൽ ശ്രീ സുധാകരന്. ശ്രീകുമാർ, ഈ KPCCയുടെ റിവ്യൂ മീറ്റിംഗിൽ ഉണ്ടായ ഒരു വിലയിരുത്തൽ അത് ശ്രദ്ധേയമാണ്. അതായത് സംഘടനാ മികവ് കൊണ്ടല്ല കേരളത്തിൽ ഒരു മികച്ച പ്രകടനം UDFന് ഉണ്ടാകുമെങ്കിൽ അതിന് സംഘടനാ മികവല്ല, മറിച്ച് കേരള ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നു എന്നതാണ്. അതായത് സംഘടനാ മികവ് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ചൂണ്ടിപ്പറയുന്നുണ്ട്. സംഘടനാ തലത്തിൽ ഒരു പാളിച്ച ഉണ്ടായെങ്കിൽ അത് അധ്യക്ഷനായിരുന്ന സുധാകരനിലേക്ക് വരികയും അങ്ങനെ സുധാകരനെ ഇനി തുടർന്നുകൊണ്ട് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നേരിടാനാവില്ല എന്നൊരു ചിന്ത കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഇല്ലേ? അതുകൊണ്ടല്ലേ ഈ ചർച്ചകൾ ഇങ്ങനെയാവുന്നത്? അല്ല, അത് നിഗമനമാണെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരവുമാണ്. കാരണം സംഘടന എന്ന് വെച്ചാൽ ആരാ? സുധാകരനും സതീശനും രമേശും വേണുഗോപാലും എല്ലാവരും പെടും. അതാണ് സംഘടന. അല്ല, കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് അത് KPCC പ്രസിഡന്റിന്റെ ഒരു അപ്രമാദിത്വമുള്ള ശൈലിയാണല്ലോ. അപ്പോൾ സംഘടനയുടെ വീഴ്ച അധ്യക്ഷൻ ഉത്തരവാദിത്തം പറയുക, അതാണല്ലോ കാലങ്ങളായി അവിടെ നടന്നു വരുന്നത്. അല്ല, അതായത് കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോൺഗ്രസ് ഒരു പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഘടനയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ദേശീയ തലത്തിൽ പോലും പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റും ഒരാളായിട്ട് കുറെ കാലം വഹിച്ചു കൊണ്ടുവരുന്ന അറിയാമല്ലോ. അപ്പൊ അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ശ്രീ സുധാകരനാണല്ലോ നയിച്ചത്. അപ്പൊ അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇവിടെ പരാജയപ്പെട്ടിട്ടില്ലല്ലോ. റിസൾട്ട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഫലം വരുമ്പോൾ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കേണ്ട വിഷയമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സംഘടനാപരമായ തീരുമാനം എടുത്തിട്ടില്ല ജനം ജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ജനങ്ങളൊരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരുന്നു. LDFന് അജണ്ടയില്ല, NDAക്ക് അജണ്ടയില്ല. UDF ആണെങ്കിൽ ഒരു അജണ്ട പാകപ്പെടുത്താനായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ട് കൊടുത്തു. ആ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ ജനങ്ങൾ ഒരു അജണ്ട രൂപപ്പെടുത്തിയെടുത്തു. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താണ് ആ അജണ്ട എന്ന് ചോദിച്ചാൽ LDF ഗവൺമെന്റ് വിരുദ്ധ വികാരം എന്ന് തന്നെ ഉള്ളു ഉത്തരം. അപ്പൊ അതുകൊണ്ട് ആ ജനങ്ങൾ അത് ഒഴുകിയെത്തി വോട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ UDFനാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്. പ്രത്യേകിച്ച് ആ സ്ഥാനത്തിരുന്ന KPCC പ്രസിഡന്റിനുണ്ട്. 1 മാസമല്ലേ അദ്ദേഹം ഒഴിഞ്ഞു നിന്നിട്ടുള്ളൂ ഇലക്ഷൻ കാലത്ത്. അതുപോലെ പ്രതിപക്ഷ നേതാവിനുണ്ട്, അതുപോലെ AICC ജനറൽ സെക്രട്ടറിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവരൊക്കെ നടത്തിയ പത്രസമ്മേളനങ്ങളും യൂത്ത് കോൺഗ്രസും KHU നടത്തിയ സമരങ്ങളും ഒക്കെയാണല്ലോ ഈ അജണ്ട രൂപപ്പെടുത്താൻ പൊതുജനത്തെ സഹായിച്ചത്. മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ടല്ലോ. ചെറിയ ഫിലിപ്പ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അഹങ്കാരത്തെക്കുറിച്ച്, പാർട്ടിയുടെ അഹങ്കാരത്തെക്കുറിച്ച് മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും തുറന്നെഴുതിയത് ഗുണകരമായി എന്ന് ചെറിയ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാധ്യമ കോർഡിനേറ്റർ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൊതുജനം ഉണ്ടാക്കിയ അജണ്ട, ആ അജണ്ട പ്രകാരം വോട്ട് ചെയ്ത് ജയിക്കണം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്.
അത് CPM ജയിച്ചാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങളൊരു ഒഴുക്കിനങ്ങ് ചെയ്യും. പിന്നെ അല്ല, ഇത് CPM ആക്ഷേപമല്ല, കോൺഗ്രസിനകത്ത് തന്നെയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യമായിട്ടല്ലെങ്കിലും ഓഫ് ദ റെക്കോർഡ് പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടനാ തലത്തിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, സംഘടന വലിയ ദുർബലാവസ്ഥയിലാണ് പോകുന്നത് എന്നത്. അത് സുധാകരൻ പോരാ എന്നൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചിന്തകളിലെ, അല്ലെങ്കിൽ ഇത് അനാവശ്യ ചർച്ചയാണോ? അല്ല, അത് അനാവശ്യ സുധാകരൻ പോരാന്നുള്ള അടിസ്ഥാനത്തിലല്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത് 1/4 നൂറ്റാണ്ടായിട്ട് ഞാൻ കേട്ടു തുടങ്ങുന്നതാണ്. ആരൊക്കെ KPCC പ്രസിഡന്റുമാരാകുന്നു അവരൊക്കെ കേട്ടിട്ടുണ്ട്, AK ആന്റണി ഒഴിച്ച്. AK ആന്റണി ആയിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ AK ആന്റണിയാണ്. അന്ന് കരുണാകരനായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ. അന്ന് ആന്റണി നയിച്ച കാലത്തെ KPCC ആയിരുന്നു ഏറ്റവും സംഘടനാപരമായി. കാരണം ആന്റണിയുടെ ഒരു ജീവിതചര്യ പോലും കോൺഗ്രസുമായിട്ട് ഒട്ടു നിന്നുകൊണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ മറന്നുപോയ AK ആന്റണി 45 വയസ്സറി ഈ സംഘടനയെ കൊണ്ടുവന്നൊക്കെ അന്ന് ചർച്ചയായിരുന്നു. അതുപോലെ പിന്നീട് നോക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ KPCCക്ക് നല്ല പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ AK ആന്റണിയെ പോലെ സംഘടന ഇത്രയും കാര്യമായി ശുശ്രൂഷിച്ച ഒരു പ്രസിഡന്റ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. അപ്പൊ അത് കാലാകാലങ്ങളിലായിട്ട് KPCC പ്രസിഡന്റുമാർ മാറി മാറി വരുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ദൗർബല്യം, സംഘടനാപരമായ ദൗർബല്യം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 നൂറ്റാണ്ടായിട്ട് ഞാൻ കേൾക്കുകയും ഞാൻ എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരും ഓരോ സാഹചര്യം വരുമ്പോൾ കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് കോൺഗ്രസ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ നമ്മള് CPM എന്ന കേഡർ പാർട്ടിയിൽ ഇന്നെന്താ സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ സാഹചര്യത്തിന്റെ ഒരു മാറ്റമാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പഴയ രാഷ്ട്രീയ സാഹചര്യമല്ല, സോഷ്യൽ മീഡിയ ഉണ്ട്, അതൊക്കെയാണ് എന്റെ കാര്യം. അതായത് VD സതീശനോ KC വേണുഗോപാലിനോ ഒന്നും സുധാകരൻ മാറണം എന്നത് ഒരു അവരുടെ അഭിപ്രായമായി പോലും ഇല്ല എന്നതാണോ താങ്കൾ അവകാശപ്പെടുന്നത്? എനിക്കറിയില്ലത്. കാരണം അവർക്ക് അങ്ങനെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്കത് തുറന്നു പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് പറ്റില്ല. എന്തുകൊണ്ട് സുധാകരനെ മാറ്റുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസിൽ ഇപ്പൊ ഞാൻ സുധാകരന്റെ വക്താവൊന്നുമല്ല, പക്ഷെ കോൺഗ്രസിന്റെ ഒരു സംഘടനാപരമായ മര്യാദയുണ്ട്. ആ മര്യാദ പ്രകാരം ഒരു പ്രസിഡന്റിനെ മാറ്റുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിന് അനുകൂലമായ നിലപാടുകൾ ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മാറേണ്ട കാര്യമുണ്ടോ എങ്കിൽ ഇത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യേണ്ടതുണ്ട്, KPCC എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ പിറ്റേന്നെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതൊരു അനാവശ്യ വിവാദമാണ്, ഒരു ആശയക്കുഴപ്പത്തെ ഇടവെക്കുന്ന സാഹചര്യം ഉണ്ടായിപ്പോയി എന്ന് തോന്നുന്നു, അല്ലേ? അത് ഒഴിവാക്കാമായിരുന്നു, പ്രവർത്തകരെ വേദനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഇതിന് ഉന്നത നേതാക്കൾക്ക് അവരെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നപ്പോൾ അതിലേക്കങ്ങ് ചർച്ച തിരിഞ്ഞു പോയി കാണണം. അപ്പൊ ഇതത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ ശ്രദ്ധിക്കാതിരുന്നത് ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചു. അതൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും ചാനലുകളും ഏറ്റെടുത്തു. അതിപ്പോൾ ചർച്ചയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചർച്ചയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഒരു വിവാദ സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാക്കുന്നു, അനാവശ്യ ചർച്ചകൾ കിടക്കുന്നു. ശ്രീകുമാറും ആ വിഷയത്തോട് യോജിക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സുധാകരന് മുന്നിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയതിൽ. അങ്കമാലിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ആ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തും. എന്തായാലും ഇത്തരം വിവാദങ്ങളൊന്നുമില്ല, അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന നിലപാടായിരിക്കാം ഒരുപക്ഷെ സുധാകരൻ സ്വീകരിക്കുക. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോടക്കം വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂരിൽ നിന്നും KPCC ഓഫീസിലേക്ക് റിവ്യൂ മീറ്റിംഗിന് വേണ്ടി എത്തിയ സുധാകരൻ അദ്ദേഹത്തിൻ്റെ KPCC അധ്യക്ഷ പദവി ഏറ്റെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ വളരെ വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചതുമാണ്. പക്ഷേ സംഭവിച്ചത് മറ്റു ചില ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അത്തരമൊരു ചർച്ച എന്തുകൊണ്ട് നടക്കുന്നു എന്നതാണ്. സുധാകരനെ നിയമിച്ച ജേക്കബ് ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ജേക്കബ് ജോർജ്, ഈ സുധാകരന് KPCC അധ്യക്ഷ പദവി ലഭിക്കുന്നില്ല, അത് വൈകുന്നു, അതിൽ സുധാകരന് അതൃപ്തിയുണ്ട്, അദ്ദേഹം സമ്മർദ്ദം മുന്നോട്ട് വെക്കുന്നു എന്നതാണ് സാഹചര്യം. ഞാൻ ഒരു കാര്യം പരാമർശിക്കാം. അതായത് ഈ താൽക്കാലികമായി MM ഹസനെ ചുമതല നൽകിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുന്നതുവരെ താൽക്കാലിക ചുമതല എന്നാണ് നൽകിയത്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിവസം കൂടി കഴിഞ്ഞ് റിസൾട്ട് പൂർണ്ണമായതിനു ശേഷം വരെ ഒരുപക്ഷെ ഈ താൽക്കാലിക അധ്യക്ഷന് തുടരാനുള്ള അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു അനാവശ്യ ചർച്ചയിലേക്ക് ഈ വിഷയങ്ങൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്യുന്നത്, ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് പ്രഥമ ദൃഷ്ട്യ അച്ചടക്ക ലംഘനമാണ്.
പ്രഥമ ദൃഷ്ടിയാണ്. കാരണം കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാല് ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യുക ഒരിക്കലും, അത് പറഞ്ഞുവല്ലോ, തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ, വന്നു കഴിഞ്ഞാൽ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുകയല്ലാതെ വേറെ പോംവഴിയില്ല ഒരു നേതാവിന്. അതുകൊണ്ട് ഒരു ശക്തമായ ഒരു ഹൈക്കമാൻഡ് ആണെങ്കിൽ, ഹൈക്കമാൻഡിന്റെ ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ, സുധാകരനെതിരെ കർശനമായ നടപടിയെടുക്കും. ഇല്ലെങ്കിൽ സുധാകരൻ പറയുന്ന വഴിക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത് അതിന്റെ ആ സംഘടനയുടെ ശക്തിക്കും ശേഷിക്കും ഹാനി വരുത്തതേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ഈ വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് ഈ സംഘടനാ സംവിധാനവുമായി മുന്നോട്ട് പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കാനാവില്ല എന്ന നിലപാട് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ സംഘടന മെച്ചപ്പെടണമെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്ന അവരുടെ വാദം അത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടാൻ ഇനി സാധ്യതയുണ്ട്? അല്ല, ഇനിയിപ്പം കോൺഗ്രസിന് തിരിഞ്ഞു നോക്കാനാവില്ല. 2 തവണ ദേശീയ തലത്തിൽ പരാജയപ്പെട്ടു. ഒരു തവണ ഭരണ തുടർച്ച നേടിയ ഇടതുപക്ഷം ഭരണത്തിലിരിക്കുകയാണ്. 2ാം തവണയും പ്രതിപക്ഷത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. അടുത്ത തവണ കോൺഗ്രസിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ വളരെ ദയനീയമായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം. ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചുവരവ് നടത്താനായില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പോയായിരിക്കും. അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം എന്താണോ പറയുന്നത് അത് അംഗീകരിക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം ഹൈക്കമാൻഡിനും അറിയാം, ഹൈക്കമാൻഡ് 2 തവണ തോൽവി ഏറ്റുവാങ്ങിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണം. അത് ശക്തമായ തീരുമാനം ആയിരിക്കുകയും വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ സുധാകരൻ നയിച്ച സംഘടനയ്ക്ക് തുടക്കത്തിൽ ഉണ്ടാക്കിയ ഒരു ഉണർവിനപ്പുറത്തേക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ KPCCയുടെ റിവ്യൂ മീറ്റിംഗിൽ അത് കൃത്യമായി അത് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തിടെ കെ മുരളീധരൻ ഞങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അടക്കം അദ്ദേഹം പറയുന്നുണ്ട്, ഈ കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ എന്ന ആശയം നല്ലതായിരുന്നു, പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയൊക്കെ കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത് അടിത്തട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ KSU, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ അല്ലെങ്കിൽ INTUC അങ്ങനെയൊക്കെ ഉള്ള താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്നവരായിരിക്കണം. ഉരുത്തിരിഞ്ഞു വരുന്നവരായിരിക്കണം നേതാക്കൾ. അങ്ങനെയൊക്കെയാണ് മുമ്പ് നേതാക്കൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ അകത്ത് പ്രവർത്തിച്ച് അതിലൂടെ നേതാവായി പടിപ്പടിയായിട്ട് ചവിട്ടുപടികൾ കയറി നേതാവാകുന്നവരാണ് കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. പണ്ട് C. കേശവന്റെ കാര്യമാണെങ്കിലും ശങ്കറിന്റെ കാര്യമാണെങ്കിലും അവരൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ, കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരാണ്. അവർ കോൺഗ്രസിന് വേണ്ടി സ്വയം എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല, തങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഒരിക്കൽ C. കേശവനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഒളിച്ചോടി കന്യാകുമാരിയിൽ പോയി ഒളിച്ചിരുന്നു. കാരണം അത് സ്ഥാനമല്ല അവർക്ക് വലുത്, സംഘടനയാണ് വലുത്. അതുപോലെയുള്ള നേതാക്കന്മാരെ ഉണ്ടായെങ്കിൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. യെസ്, അതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. സുധാകരനെ മാറ്റാനുള്ള അല്ലെങ്കിൽ സുധാകരന് KPCC അധ്യക്ഷ പദവി തിരികെ ലഭിക്കാനുള്ള തീരുമാനം വൈകുകയാണ്. അതിൽ സുധാകരൻ കടുത്ത സമ്മർദ്ദമുയർത്തുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വരുന്ന മണിക്കൂറുകളിലെ പ്രതികരണം ശ്രദ്ധേയമായിരിക്കും. കെ സുധാകരൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് നമുക്ക് കരുതാം.